Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കുക എല്ലാവരും. നിന്റെ വില്ലേജ് വേസ്റ്റ് എടുത്തതല്ലേ സോളി ടീച്ചർ? അതെ അതെ. അതും ഇതുമായി കണക്ഷൻ ഉണ്ടാ നിങ്ങക്ക് തോന്നുന്നുണ്ടാ? അതിലുള്ളത് ഇതിൽ പഠിക്കാൻ വരുന്നുണ്ടാ? ചില ടേംസുകളൊക്കെ ഇല്ലേ? കുറച്ചൊക്കെ ഉണ്ട്. ഹസാർഡ് വേസ്റ്റ് ഒക്കെ അത് പഠിച്ചത്. ഓ ക്ലിയർ ആയില്ല മാമിന്. എന്താ പറഞ്ഞേ? ക്ലിയർ ആയില്ല മാമിന്. ഹസാർഡ് വേസ്റ്റ് ഒക്കെ അതിൽ പഠിച്ചതായിരുന്നു. എന്നിട്ട് എന്താ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ആരും ഒന്നും പറയണ്ടായില്ലല്ലോ. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് ഏകദേശം തീരും കേട്ടോ. ഇന്ന് തീരും. കുറച്ചും കൂടി ഉള്ളൂല്ലോ മിസ്സിനെ എടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ മാം. പിന്നെ നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തിൽ പഠിച്ചിട്ടില്ല നോസോകോമിയൽ ഡിസീസസ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാ? ഹോസ്പിറ്റൽ അക്വയർഡ് ഡിസീസ് എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ ആണ് മിസ് എടുക്കാൻ പോകുന്നത് കേട്ടാ. നെക്സ്റ്റ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മ ഇന്നലെ പ്ലാസ്മ പൈറോളിസിസ് വരെയാണ് എടുത്തത്. നെക്സ്റ്റ് ലാൻഡ് ഡിസ്പോസല്. ഓക്കെ, ലാൻഡ് ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ഇൻസിനറേഷൻ ടെക്നോളജി അല്ലേ? എന്താണ്? എനർജി, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്ത് കാണിട്ട് അതല്ലെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷനില് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ബേൺ ചെയ്ത് കത്തിച്ച് കളയുന്നതാണ് ഇൻസിനറേഷൻ. ഓട്ടോക്ലേവിംഗ് എന്നാൽ നീരാവി, ഉയർന്ന നീരാവി ഉപയോഗിച്ച് കാണിട്ട് എന്താണ്? പാത്തജൻസിനെ, രോഗാണുക്കളെ നശിപ്പിച്ച് കളയുന്നതാണ്, ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നതാണ് ഓട്ടോക്ലേവിംഗ്. മൈക്രോവേവ് എന്താണ്? ഉയർന്ന ഭയങ്കര ചൂട്, ഹൈ ഫ്രീക്വൻസി വേവുകള്, എന്താണ്? ഉയർന്ന തീവ്രതയുള്ള തരംഗങ്ങള് ചൂട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്, നശിപ്പിച്ച് കളയുന്നതാണ് മൈക്രോവേവ് റേഡിയേഷൻ. കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കെമിക്കൽ ലിക്വിഡ്സുകൾ അല്ലെങ്കിൽ കെമിക്കൽ ലായനികളൊക്കെ യൂസ് ചെയ്ത് ഇൻഫെക്റ്റഡ് ചെയ്യുന്നതാണ് കെമിക്കൽ മെത്തേഡ്സ്. പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞാല് പ്ലാസ്മ എനർജി യൂസ് ചെയ്ത് നമ്മുടെ ഓക്സിജന്റെ അഭാവത്തില് അണുവിമുക്തമാക്കുന്നതിന് ബയോമെഡിക്കൽ വേസ്റ്റുകളെ അണുവിമുക്തമാക്കുന്നതാണ് പ്ലാസ്മ പൈറോളിസിസ്. ഇത് എന്താണ്? എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി ആണ്. നെക്സ്റ്റ് ലാൻഡ്ഫില്ല്, ലാൻഡ് ഡിസ്പോസൽ എന്താണ്? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ലാൻഡ് ഡിസ്പോസൽ ഇൻക്ലൂഡ്സ് ടു മെത്തേഡ്സ് വിച്ച് ആർ ഓപ്പൺ ഡംപിംഗ് ആൻഡ് സാനിറ്ററി ലാൻഡ്ഫിൽ. എന്താണ്? ഓപ്പൺ ആയിട്ടുള്ള ലാൻഡ്ഫില്ലുണ്ട്, സാനിറ്ററി ലാൻഡ്ഫില്ലുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലാണ് ലാൻഡ് ഡിസ്പോസൽ നടക്കുന്നത്. ഓപ്പൺ ഡംപിംഗ് ഈസ് an unsecure method because the waste would then be discarded in any open space that may lead to pollution problems. എന്താണ്? ഓപ്പൺ ആയിട്ട് അല്ലെ, തുറന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും?
എയർ പൊല്യൂഷനിലെ അല്ലെങ്കിൽ എൻവിയോൺമെന്റിന് അല്ലെങ്കിൽ പബ്ലിക്കുകൾക്ക് പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ സെക്ലൂഡഡ് ഏരിയ ഈസ് സെലക്ടഡ് എവേ ഫ്രം ദ പോപ്പുലേഷൻ. എന്താണ് പോപ്പുലേഷൻ കുറഞ്ഞ അല്ലെ, ജനസംഖ്യ കുറഞ്ഞ ആളൊഴിഞ്ഞ പ്രദേശത്താണ് സാനിറ്ററി ലാൻഡ്ഫില്ലുകൾ ചെയ്യുന്നത്. ദ ഡംപിംഗ് ഈസ് പെർഫോംഡ് ഇൻ ദ ditches layers wise and care is taken so that waste is not exposed to atmosphere. എന്താണ് അറ്റ്മോസ്ഫിയറിലേക്ക് നേരിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രസൻസ് എത്താത്ത വിധം ലെയർ ആയിട്ടായിരിക്കും ഈ ഇങ്ങനെയുള്ള ലാൻഡ്ഫിൽ ഡിസ്പോസലുകൾ നടത്തുന്നത്. ക്ലിയർ ആയോ? ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓപ്പൺ ലാൻഡ്ഫില്ലുണ്ട്, തുറന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. അതല്ലെങ്കിൽ സാനിറ്ററി ഡിസ്പോസല് ലാൻഡ്ഫില്ലുകൾ. അപ്പൊ തുറന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വേസ്റ്റുകൾ ഒഴിവാക്കിയാൽ എന്ത് പറ്റും? പൊല്യൂഷൻസ് നടക്കാൻ, പബ്ലിക്കിന്, എൻവിയോൺമെന്റ്, എയറിന് എന്താണ് പൊല്യൂഷൻ നടക്കാൻ സാധ്യതയുണ്ട്. മറ്റേ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയർ ആയിട്ട് തിരിച്ചും കാണിട്ട് എയറിലേക്ക് അതല്ലെങ്കിൽ എൻവിയോൺമെന്റിലേക്ക് നേരിട്ട് പൊല്യൂഷൻ ഏൽക്കാത്ത വിധത്തിലാണ് സാനിറ്ററി ലാൻഡ്ഫില്ലുകൾ നടത്തുന്നത്. ഇത് എവിടെയാണ്? ആളൊഴിഞ്ഞ പ്രദേശത്താണ് കുഴി കുത്തിയൊക്കെ മൂടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ലാൻഡ്ഫില്ല്, ലാൻഡ് ഡിസ്പോസല് ക്ലിയർ ആയോ? ഓക്കെ. Next, in earthization, to bring down the toxicity of the waste and minimize the likely risk, it is mixed with the cement or other inert material. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ടോക്സിസിറ്റി വിഷാംശം കുറച്ചും കാണിട്ട് മിനിമൈസ് ചെയ്ത് കാണിട്ട് സിമെന്റിലോ അതല്ലെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള ഇനേർട്ട് മെറ്റീരിയൽസിലൊക്കെ മിക്സ് ചെയ്ത് കാണിട്ട് എന്താണ് ആ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ടോക്സിസിറ്റി വിഷാംശം കുറയ്ക്കുന്നതാണ് ഇൻഎർട്ടൈസേഷൻ. ക്ലിയർ ആയോ? Around 30 to 40% of the cement is blended with the waste. 30 മുതൽ 40% വരെ ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കൂടെ എന്താണ് സിമെന്റ് കൂടെ മിക്സ് ചെയ്യും. അപ്പൊ എന്താ ഈ വേസ്റ്റിന്റെ ടോക്സിസിറ്റി വിഷാംശം കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കും. ദിസ് മെത്തേഡ് is useful for treating pharmaceuticals and for incineration ashes having high material content. എന്താണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ അല്ലെ, എന്താണ് ഈ മരുന്നുകൾ പൊടിച്ച് കിട്ടില്ലേ അതില്, അതല്ലെങ്കിൽ എന്താണ് ഉയർന്ന ലോഹത്തിന്റെ അളവുള്ള ചാരം ആഷസ് അതിന്റെ കൂടെയൊക്കെയാണ് ഈ സിമന്റ് അതല്ലെങ്കിൽ കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ മിക്സ് ചെയ്യുന്നത്. നമ്മുടെ മെഡിസിൻ എന്താണ് വിപണിയിൽ നിരോധിച്ച മെഡിസിന്റെ അതല്ലെങ്കിൽ സൈറ്റോടോക്സിക് മെഡിസിന്റെ ഒക്കെ എന്താണ് പൊടിയുടെ കൂടെ അതല്ലെങ്കിൽ ലോഹത്തിന്റെ അളവ് കൂടിയ ചാരത്തിന്റെ കൂടെയൊക്കെയാണ് സിമെന്റുകളോ ബ്ലീച്ചിങ് പൗഡറോ അതല്ലെങ്കിൽ കുമ്മായൊക്കെ കലർത്തിയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ടോക്സിസിറ്റി വിഷാംശം കുറയ്ക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്താ ഇൻഅർട്ടൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മെഡിസിൻസിന്റെ പൊടികൾ എന്താണ് നമ്മ പറഞ്ഞല്ലേ, കഴിഞ്ഞ ദിവസം എടുത്തപ്പോ പറഞ്ഞില്ലേ എന്താണ് മെഡിസിൻസ് ഡിസ്ട്രോയ് ചെയ്തിട്ട് അല്ലെ, അതല്ലെങ്കിൽ എന്താണ് ഇൻസിനറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പൊ എന്താണ് ഇൻസിനറേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെഡിസിൻസ് പൊടിച്ചു കഴിയുമ്പോ അതിന് പൊടി കിട്ടൂലേ, അപ്പൊ അതിന്റെ കൂടെ 30% മുതൽ 40% വരെ സിമന്റ് കൂട്ടിയിട്ടോ അതല്ലെങ്കിൽ എന്താണ് കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൂട്ടി കാണിട്ട് എന്ത് ചെയ്യും? അതിന്റെ ടോക്സിസിറ്റി കുറച്ചും കാണിട്ട് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻഎർട്ടൈസേഷൻ. ക്ലിയർ ആയോ?
ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് ലാൻഡുകൾ നികത്താനായിട്ട് അല്ലെങ്കിൽ എന്താണ് കുഴി കുത്തി മൂട. അപ്പൊ എന്താണ് ഈ ലാൻഡ് ഫില്ല് തുറസായ സ്ഥലങ്ങളില് ഇപ്പൊ ഒരുപാട് ആളുകൾ താമസിക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്താൽ എന്ത് പറ്റും? അവിടെ എയർ പൊല്യൂഷൻസ് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ആളുകൾക്ക് പബ്ലിക്കിന് അതല്ലെങ്കിൽ എന്താണ് എയറിന് എൻവിയോൺമെന്റിനൊക്കെ എന്താണ് പൊല്യൂഷൻസ് നടക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടും സാനിറ്ററി ലാൻഡ് ഫില്ലുകളാണ് നടത്തുന്നത്. അത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൊണ്ടുപോയി സാനിറ്ററി ലാൻഡ് ഫില്ല് നടത്തുന്നത്? ഈ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലെ ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് സാനിറ്ററി ലാൻഡ് ഫില്ല് നടത്തുന്നത്. ഇതെങ്ങനെയാണ്? അപ്പൊ ഇത് ഇങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ എയറിലേക്കൊക്കെ പൊല്യൂഷൻ ആകാത്ത വിധം ലെയർ ആയിട്ടാണ് ഈ സാനിറ്ററി ലാൻഡ് ഫില്ല് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഏഴെണ്ണം ക്ലിയർ ആയില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഫൈനൽ ഡിസ്പോസൽ, ഏറ്റവും ലാസ്റ്റ് എന്താണ്? ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബയോമെഡിക്കൽ ഡിസ്പോസൽ. ഇത് ലാസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഡിസ്പോസൽ ആണ്, സംസ്കരണമാണ്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്. എന്താണ്? നമുക്ക് ക്ലീൻ ആയ അതല്ലെങ്കിൽ ഹെൽത്തിയർ ആയ നല്ല ആരോഗ്യമായ എന്താണ് രോഗാണുക്കളൊന്നും ഇല്ലാതെ അല്ലെ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയ ഹെൽത്തിയർ ആയിട്ടുള്ള ചുറ്റുപാട് ലഭിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ്. എന്താണ്? ജനറൽ പൊതുവായി കാണുന്ന ഇൻഫെക്ഷൻസും പിന്നെ ഹോസ്പിറ്റലിൽ അക്വയർഡ് ആയിട്ട് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻസും രോഗാണുക്കളെയും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ഹോസ്പിറ്റൽ. എന്താണ്? നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് അതായത് രോഗാണുക്കള് പകരാതിരിക്കാൻ അല്ലെങ്കിൽ പടരാതിരിക്കാൻ രോഗാണുക്കൾ വരാതിരിക്കാനുള്ള എന്താണ് പ്രൈസിൽ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള പൈസ കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. എന്താണ്? രോഗാണുക്കള് ഇൻഫെക്ഷൻസ് ഉണ്ടായാലും മാത്രമല്ലേ അത് കൺട്രോൾ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങള് പ്രൊസീജിയേഴ്സ് നോക്കേണ്ടതുള്ളൂ. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റുകളെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുക്കേണ്ടി വരില്ല അല്ലെ. എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് അല്ലെങ്കിൽ ജനറൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള പൈസ കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു റീയൂസ് ആൻഡ് റീപാക്കേജിംഗ് ഇൻഫെക്ഷൻ ഡിസ്പോസിബിൾ. എന്താണ്? ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, എന്താണ് സിറിഞ്ചുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ രണ്ടാമത് റീയൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് റീപാക്ക് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങളും മരണനിരക്കും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ലോ ഇൻസിഡന്റ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്. എന്താണ്? തൊഴിൽപരമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നത്. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതും അവിടെ ഉത്പാദിപ്പിക്കുന്ന എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തും സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ അവരുടെ എന്താണ് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻഫെക്ഷൻ നേരിടുന്നതിൽ നിന്ന് അവരെ തടയുന്നതിന് സഹായിക്കുന്നു. ഇംപ്രൂവ് ഇമേജ് ഓഫ് ദി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താണ്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രതിച്ഛായ അല്ലെ എന്താണ് ഇമേജസ് ഇംപ്രൂവ് ചെയ്യിക്കുക വളർത്തുന്നതിനും ഇൻക്രീസ് ദ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഒരു ലൈഫ് ഉയർത്തുന്നതിനും ഇൻക്രീസ് ചെയ്യുന്നതിനും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് സഹായിക്കുന്നു. ആദ്യമൊക്കെ എന്താണ് നല്ല ക്ലീൻ ആയ ഹെൽത്തി ആരോഗ്യമുള്ള ചുറ്റുപാട് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഹോസ്പിറ്റലൊക്കെയായ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ ജനറൽ പൊതുവായി കാണുന്ന രോഗാണുക്കളിൽ നിന്നൊക്കെ
കുറയ്ക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോളിന് ആവശ്യമുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നതിനുള്ള പ്രൈസ് കുറയ്ക്കുന്നു. പിന്നെ എന്താണ്, റീപാക്കേജ്, എന്താണ് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ റീയൂസ് ചെയ്യുന്നതും റീപാക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിൽ നിന്നും വരുന്ന അസുഖങ്ങളും മരണവും കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ എന്താണ്, ഒക്യുപേഷണൽ തൊഴിൽപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. എന്താണ്, ബയോമെഡിക്കൽ വേസ്റ്റ് സെക്ഷനില്, അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. പിന്നെ എന്താണ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രതിച്ഛായ അല്ലെ ആ ഒരു ഇമേജ് വളർത്തുന്നതിനും നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് കൊടുക്കാനും സഹായിക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട്സ് വല്ലതുണ്ടോ അതില്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് തിങ്ക് ചെയ്തിട്ട് പറഞ്ഞേ. എന്താണ്, നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ചുറ്റുപാട് അല്ലെ, സറൗണ്ടിങ്സ് നല്ല വൃത്തിയുള്ളതും ആരോഗ്യമുള്ളതും അല്ലെ. എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അധികം ഇൻഫെക്ഷൻസ് വെക്കാത്ത വിധല്ലേ വർക്ക് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നു അല്ലെ? ആണോ? ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്തേത് എന്താണ്, ഹോസ്പിറ്റൽ അക്വയർഡ് അല്ലെ. എന്താണ്, അങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന എന്താണ്, ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ പൊതു ജനങ്ങളുടെ ഇടയിൽ എന്താണ്, അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും ജനറൽ ഇൻഫെക്ഷൻസും കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ എന്താണ്, ഇൻഫെക്ഷൻസ് വന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരുള്ളൂ. മെഡിക്കൽ വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ എന്താണ്, അതിന് വേണ്ട ചെലവാക്കുന്ന പൈസ നമുക്ക് ലാഭിക്കാം അല്ലെ? ലാഭിച്ചൂടെ? ലാഭിക്കാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രൈസ് കുറയ്ക്കാൻ സാധിക്കും. എന്താണ്, ബയോമെഡിക്കൽ വേസ്റ്റുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ ഇൻഫെക്ഷൻസ് ഒന്നും വരാല്ല. അപ്പൊ എന്താണ്, അങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള നടപടികൾ അവർക്ക് എന്താണ് സ്വീകരിക്കേണ്ടി വരില്ല. നെക്സ്റ്റ് എന്താണ്, പിന്നെ ചില നമ്മുടെ മെഡിസിൻസ് എന്താണ്, ഇഞ്ചക്റ്റഡ് ചെയ്ത സിറിഞ്ചസ് അതല്ലെങ്കിൽ യൂസ് ചെയ്ത കോട്ടൺസ് ഒക്കെ എന്താണ്, രണ്ടാമത് റീപാക്കേജ് അതല്ലെങ്കിൽ റീയൂസ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? രണ്ടാമത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഇൻഫെക്ഷൻസ് ആയിക്കൂല്ലേ. അപ്പൊ എന്താ, അങ്ങനെയൊന്നും രണ്ടാമത് റീയൂസ് ചെയ്യാതോ അതല്ലെങ്കിൽ റീപാക്ക് ചെയ്ത് ഉപയോഗിക്കാതിരുന്നാല് എന്താണ്, മരണം അങ്ങനെ ഉണ്ടാവുന്ന ഇൻഫെക്ഷനിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും അല്ലെ, മരണങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഒക്യുപേഷണൽ, എന്താണ്, ബയോമെഡിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആള്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ എന്താണ്, അതിൽ നിന്ന് വരുന്ന അല്ലെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കില്ലേ? നല്ല രീതിയിൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ, എന്താണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാനേജ് ചെയ്യണമെങ്കിൽ എന്താണ്, അവർക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ എന്താണ്, അവരുടെ ഇമേജ് ഇല്ലേ, അവരുടെ നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിലുള്ള ഇമേജ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നില്ലേ? ഇല്ലേ? എന്താണ്, നമ്മ തന്നെ പറയില്ലേ, ആ ഹോസ്പിറ്റലിൽ എന്താണ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണെന്നൊക്കെ നമ്മൾ പറയല്ലേ. ആ ഹോസ്പിറ്റലിൽ പോയാല് നല്ല എന്താണ്, അവിടുത്തെ സറൗണ്ടിങ്സ്, അവിടുത്തെ ചുറ്റുപാട് നല്ല വൃത്തിയുള്ളതായിരിക്കും എന്ന് പറയില്ലേ? പറയാറുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലോടും പറഞ്ഞാൽ എന്താ, അതൊരു പബ്ലിക്കിന്റെ ഇടയിൽ ആ ഹോസ്പിറ്റലിന് ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ സഹായിക്കും. നമ്മ വൃത്തിയില്ലാത്ത ഹോസ്പിറ്റലിൽ നമ്മ പോവോ? നമ്മ പറയും എന്താണ്, പോയി കഴിഞ്ഞാല് നമ്മ പോയ അസുഖത്തിനല്ലാണ്ട് വേറെ അസുഖത്തിനും കൂടി
ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? എന്താണ്, നമുക്ക് പോകുന്ന അസുഖത്തിന് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിനും കൂടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ചുറ്റുപാട് മീൻസ് എന്താണ്, നല്ല രീതിയിൽ ക്ലീൻ അല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മ പറയുന്നത്. അപ്പൊ എന്താ, അത് മോശമായ അല്ലെ, ഒരു ബാഡ് ഇമേജ് ആണ് ആ ഹോസ്പിറ്റലിന് ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിന് അവരുടെ ഇമേജ് എന്താണ്, ഗുഡ് ഇമേജ് ഉണ്ടാക്കുന്നതിനും ബെറ്റർ ക്വാളിറ്റി ഉള്ള ലൈഫ് കൊടുക്കുന്നതിനും സഹായിക്കുന്നു. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ് തന്നെ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി ഇമേജ്. എന്താണ് ഇമേജിന്റെ ഫുൾ ഫോം? എന്താണ്? ഇന്ത്യൻ, I for Indian, M for medical, A for association, G for goes, E for eco friendly. പരീക്ഷയ്ക്ക് ചോദിക്കാട്ടാ. ഇമേജ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. Image associated with all modern medicines, healthcare establishment in both private and government, like hospital based on their bed strength, clinic based on their own number of rooms and facilities. എന്താണ് ഇമേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്താണ്, എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഇമേജിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിലേതൊക്കെ, അതിന്റെ എങ്ങനെയാണ് അവിടുത്തെ ഫീസ്, അങ്ങനെയുള്ള നോമിനേഷൻ ഫീസ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതെന്തിന്റെ ബേസിസിലാണ്? അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ, എന്താണ്, ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില്, ക്ലിനിക്കുകളാണെങ്കിൽ റൂംസിന്റെ അടിസ്ഥാനം, റൂംസ് ആൻഡ് ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തില്, ലാബ്സ് ബേസ്ഡ് ഓൺ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, എന്താണ് ലാബ്സ് ആണെങ്കിൽ അവിടെ എന്താണ് അവിടുത്തെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആ ലാബ് നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തില്. ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ എന്താണ് അവിടുത്തെ ഡെന്റൽ ചെയേഴ്സ് അല്ലെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഇമേജില് നോമിനേറ്റ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫീസ് സ്ട്രക്ചർ ഒക്കെ അവർ ഈടാക്കുന്നത്. നോമിനൽ നോൺ returnable fee is being charged at the time of affiliation. എന്താണ് അഫിലിയേഷന്റെ സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ അടുത്ത് റിട്ടേണബിൾ അല്ലാത്ത, നമുക്ക് തിരിച്ചു തരാത്ത ഒരു പൈസ അവർ ഈടാക്കുന്നുണ്ട്. The operating expense being met by charging nominal monthly fees as operation cost declared for the category HCI. എന്താണ് അവിടെ നമ്മ met be charging nominal monthly, നമ്മ അവിടെ മന്ത്ലി ആയിട്ട് നമ്മുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് അവര് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ മന്ത്ലി നമുക്ക് ഒരു പേയ്മെന്റ് അവിടെ എടുക്കണം. അത് എങ്ങനെയാണ്? ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാറ്റഗറി ബേസിസിലായിരിക്കും. നമ്മ ഫസ്റ്റ് പഠിച്ച ഓർമ്മയുണ്ടാ? മിഡ് സൈസഡ്, സ്മോൾ സൈസഡ്, ലാർജ് സൈസഡ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈസിന്റെ ബേസിസിലായിരിക്കും ആ മന്ത്ലി ഫീസ് അവരുടെ കയ്യിൽ, ആ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. Image was started at Palakkad and it was commissioned on 14th December 2023. എന്താണ് ഈ ഇമേജ്? പാലക്കാടാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരംഭിച്ചത്. 2003 ഡിസംബർ 14 കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് ചോദ്യം ചോദിക്കാട്ടോ, ഇമേജ് എവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? എവിടെയാണ്? പാലക്കാട്. കമ്മീഷൻ ചെയ്തത് എന്താണ്? ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്താണ്? 14 ഡിസംബർ 2003. The image plans has been working successfully from January 2004 and has been providing commendable service to the state since its formation. Formation അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഇതൊരുമിച്ച് അങ്ങനെ എഴുതിയേക്കാം. ഫോർമേഷൻ
ഇമേജ് പ്ലാന്റ് സ്തുത്യർഹമായ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് പ്ലാന്റ് 2004 ജനുവരി മുതൽ വിജയകരമായി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി പ്രവർത്തിക്കുകയും സംസ്ഥാനത്തിന് നമ്മുടെ കേരള സംസ്ഥാനത്തിന് സ്തുത്യർഹമായ സേവനം നൽകുകയും ചെയ്തു. ക്ലിയർ ആയത്? ഇമേജ് 2004 ജനുവരിയില് സ്റ്റാർട്ട് ചെയ്യുകയും വിജയകരമായി പ്രവർത്തിക്കുകയും സംസ്ഥാനത്തിന് സ്തുത്യർഹമായ നല്ല രീതിയിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസല് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകൾ സംസ്കരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ്, ഇമേജ് thereby guarantee scientific removal of infection waste generated from healthcare caring institution across Kerala within 48 hours in line with the provision laid down in biomedical waste management rules 2016 released by the Ministry of Environment and Forest Government of India. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ ഒരു ക്ലിനിക്കുകള് ബയോമെഡിക്കൽ വേസ്റ്റ് ഈ ഇമേജിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അത് ഏറ്റെടുത്ത് 48 മണിക്കൂറിനുള്ളിൽ ഇത് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയോ? പരിസ്ഥിതി മന്ത്രാലയവും പറയാട്ടോ, ഇത് മിസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. പരിസ്ഥിതി മന്ത്രാലയവും ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുയോജ്യമായിട്ടാണ് ഈ 48 മണിക്കൂറിനുള്ളിൽ ഈ വേസ്റ്റ് ഇവരെന്താണ് ഡിസ്പോസ് ചെയ്യുന്നത്. ഇത് പറയാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ സെന്റൻസ് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഡൗട്ട്സ് തോന്നുകയാണ് അല്ലെ? സെന്റൻസ് പറയാണ്ട് പറഞ്ഞത് എന്താണ്? ഇമേജ് എന്തിനാണ് വന്നത്? എല്ലാ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പ്രൈവറ്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിരിക്കോട്ടെ, അവിടുത്തെ എല്ലാം എന്താണ് വേസ്റ്റുകൾ അല്ലെ എന്താണ് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിനാണ് ഇമേജ് നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ ഓരോ ഈ ഇമേജ് എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ അവരുടെ മാലിന്യങ്ങള് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് പ്രതിമാസം ഒരു നിശ്ചിത എമൗണ്ട് അവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതെന്തിന്റെ ബേസിസിലാണ്? അവിടുത്തെ എന്താണ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ റൂംസ് ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില്, ക്ലിനിക്കുകളാണെങ്കിൽ എന്താ അവിടുത്തെ റൂംസിന്റെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തില്, ലബോറട്ടറി ആണെങ്കിൽ എന്താണ് അവിടുന്ന് എന്തൊക്കെ സേവനങ്ങളില് എന്തൊക്കെ ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്, ഡെന്റൽ ക്ലിനിക്സുകളാണെങ്കിൽ എന്താണ് അവിടുത്തെ ഡെന്റൽ ചെയേഴ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ആ ഫീസ് ഈടാക്കുന്നത്. അത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ രണ്ട് മിസ് ഇപ്പൊ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ് മിസ് പറഞ്ഞത് തന്നെയാണ് മറ്റേത്. പിന്നെ ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? പാലക്കാടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2003 ഡിസംബർ 14 ഇത് അംഗീകരിച്ചത്, കമ്മീഷൻ ചെയ്തത് ഡിസംബർ 2003 14 നെക്സ്റ്റ്, ഇമാജിൻ സക്സസ്ഫുള്ളി ആയിട്ട് നല്ല രീതിയിൽ ജനുവരി 2004 പ്രവർത്തനം ആരംഭിക്കുക നമ്മുടെ സംസ്ഥാനത്ത് സ്തുത്യർഹമായ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ നല്ല രീതിയിൽ. ഇപ്പൊ നമ്മൊരു കമ്പനി തുടങ്ങി അപ്പൊ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലാണ് അത് നല്ല രീതിയിലുള്ള സേവനം നൽകി എന്ന് പറയാൻ പറ്റൂ അല്ലെ? അപ്പൊ എന്താണ് 2004 ജനുവരിയിൽ ഇത് വിജയകരമായി പ്രവർത്തിക്കുകയും സംസ്ഥാനത്തിന് സ്തുത്യർഹമായ നല്ല രീതിയിലുള്ള ഒരു സേവന സർവീസ് ഈ ഇമേജിന് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് പരിസ്ഥിതി മന്ത്രാലയവും ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ അനുസരിച്ചാണ് ഈ ഇമേജില് നമ്മൾ കൊടുക്കുന്ന അതായത് ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന മാലിന്യങ്ങളെ 48 മണിക്കൂറിനുള്ളിൽ സംസ്കരിക്കുന്നത്. ക്ലിയർ ആയോ?
ക്ലിയർ ആയത്? എന്താണ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് വരുന്ന മെഡിക്കൽ വേസ്റ്റുകള് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഇമേജിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവരത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ എന്താണ് മന്ത്ലി ഒരു പൈസ അല്ലെ ഒരു ഫീസ് പോലെ കളക്ട് ചെയ്യുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹോസ്പിറ്റലുകളിലെ റൂംസിന്റെ അടിസ്ഥാനത്തില്, ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില്, ക്ലിനിക്കുകളാണെങ്കിൽ എന്താണ് റൂംസിന്റെ സർവീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ പൈസ ഈടാക്കുന്നത്. പിന്നെന്താ ഇമേജ് പാലക്കാടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാണ് കമ്മീഷൻ ചെയ്തത്? 14 ഡിസംബർ 2003. പിന്നെ 2004 ഇത് പ്രവർത്തനം ആരംഭിക്കുകയും പിന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു സുസ്ഥിരമായ ഒരു സേവനം ഈ ഇമേജിന് നമ്മുടെ സംസ്ഥാനത്തിന് നൽകാനും സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ പരിസ്ഥിതി മന്ത്രാലയം അല്ലെ, എൻവിയോൺമെന്റ് പരിസ്ഥിതി മന്ത്രാലയവും ഇന്ത്യൻ ഗവൺമെന്റും പുറത്തിറക്കിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പുറത്തിറങ്ങിയ ബയോമെഡിക്കൽ വേസ്റ്റ് റൂളിന് അനുസരിച്ചാണ് ഇവര് ഈ വേസ്റ്റുകള് ബയോമെഡിക്കൽ വേസ്റ്റുകള് 48 മണി നമ്മളിൽ നിന്ന് ഈ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കളക്ട് ചെയ്ത മാലിന്യങ്ങള് സംസ്കരിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? Okay. Next, all government healthcare institutions under Directorate of Health Services Kerala and Directorate of Medical Education of Kerala are beneficiaries of this special scheme of image by which they are separated from paying affiliation fees and are made eligible for the service from image at a subsidized rate. എന്താണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന്റെ അല്ലെങ്കിൽ സർവീസ് കേരളയ്ക്കും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരളയ്ക്കും കീഴിലുള്ള എല്ലാ ഗവൺമെന്റ് ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾക്കും ഇമേജിന്റെ പ്രത്യേക പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് അവര് ആഫിലിയേറ്റഡ് ചെയ്ത ആ മന്ത്ലി എടുക്കുന്ന ഫീസിൽ നിന്ന് അവരെ ഒഴിവാക്കപ്പെടുകയോ അതല്ലെങ്കിൽ എന്താണ് അവരുടെ സബ്സിഡി റേറ്റില് അവര് നൽകുന്ന എമൗണ്ടില് മന്ത്ലി അടക്കുന്ന എമൗണ്ടില് എന്താണ് കുറച്ച് സബ്സിഡി എന്താണ് ഇളവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അണ്ടറിലുള്ള ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് കേരളയ്ക്കും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരളയ്ക്കും കീഴിലുള്ള എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും എന്താണ് ഈ ഇമേജിന്റെ ഫീസിൽ നിന്ന് അല്ലെ എന്താണ് അഫിലിയേഷൻ ഫീസിൽ നിന്ന് എന്താണ് ചില ഹോസ്പിറ്റലുകളിൽ അവര് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫെസിലിറ്റീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്നിലേക്ക് ഒഴിവാക്കുക അതല്ലെങ്കിൽ എന്താണ് ഫീസിൽ കൺസെഷനിലെ ഫീസില് സബ്സിഡി ഒക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഒന്നിലേക്ക് എമൗണ്ട് കുറച്ച് കൊടുക്കും അതല്ലെങ്കിൽ എന്താണ് ആ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കും. ചെറിയ ചെറിയ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഡോക്ടറും കുറച്ച് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് പബ്ലിക് ആയിട്ടുള്ള അല്ലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളിൽ എന്താണ് അവരെ ചിലപ്പോൾ ഒഴിവാക്കുക അതല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ കുറച്ച് എമൗണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ എന്താണ് കുറച്ച് ചെറിയ രീതിയിൽ മാത്രം അവിടുന്ന് വേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ അവരെ ആ നോമിനേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താ ആ ഫീസിൽ ഇളവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. On an average about 55.8 tons of biomedical waste arised at an image plant daily, of which 30.5 tons are incinerable waste that collected in yellow bags, 19 tons autoclavable waste that collected in red bags, 5 tons are bottles, 0.7 tons is sharpened metal, 6.6 tons is
ഡിസ്കാർഡഡ് മെഡിസിൻസ് എന്താണ് ഒരു ദിവസം എന്താണ് ബയോ ഇമേജിൽ അല്ലെ എത്ര ടൺ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട് 55.8 ടണ്ണ് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഓരോ ദിവസം അല്ലെ ഡെയിലി നമ്മൾ അപ്പൊ എന്താണ് ഓരോ ദിവസം ഈ ഇമേജിൽ എത്തുന്നുണ്ട്. അതില് 30.5% ടണ്ണും എന്ത് വേസ്റ്റ് ആണ് ഇൻസിറബിൾ വേസ്റ്റ് ആണ്. അതില് അത് എന്ത് ബാഗിലാണ് യെല്ലോ ബാഗിലാണ്. നമ്മൾ ആ കാറ്റഗറി ടേബിൾ പഠിച്ചപ്പോ പഠിച്ചില്ലേ ഇൻസിറബിൾ വേസ്റ്റുകൾ എന്തിലാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് ഇൻസിറബിൾ വേസ്റ്റ് യെല്ലോ ബാഗിൽ കളക്ട് ചെയ്യുന്നുണ്ട്. 19 ടൺ വേസ്റ്റുകൾ എന്താണ് ഓട്ടോക്ലാവബിൾ എന്താണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്ത വേസ്റ്റുകളാണ്. 5 ടൺ ബോട്ടിൽസ് ആണ് അല്ലെ എന്താണ് ഈ ട്രിപ്പ് ഇടുക അല്ലെങ്കിൽ എന്താണ് ആന്റിബയോട്ടിക്സുകൾ അല്ലെ അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ എന്താണ് ഇഞ്ചക്ഷൻ മെഡിസിൻസ് ഒക്കെ വരുന്ന ചെറിയ ബോട്ടിൽ അങ്ങനത്തെ ബോട്ടിൽ വേസ്റ്റുകളാണ് 5 ടൺ. പിന്നെ 0.7 ടൺസ് എന്താണ് ഷാർപ്പ് ആൻഡ് മെറ്റൽസിലെ സിറിഞ്ച് അങ്ങനെ ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ. 0.6 ടൺ വേസ്റ്റ് എന്താണ് ഡിസ്കാർഡഡ് വേസ്റ്റ് എന്താണ് മലിനമായ എന്താണ് ബ്ലഡ് കൊണ്ട് മലിനമായതോ അതല്ലെങ്കിൽ ഫ്ലൂയിഡ് കൊണ്ട് മലിനമായത് അങ്ങനെയുള്ള ഡിസ്കാർഡഡ് മെഡിസിൻസ് മാറിപ്പോയിട്ട് ഡിസ്കാർഡഡ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിപണിയിൽ നിരോധിച്ച മെഡിസിൻസോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് മെഡിസിൻസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഏറ്റ മെഡിസിൻസ് ഒക്കെയാണ് 0.0 ടൺസ് മെഡിസിൻസ് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? This waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. എന്താണ് ഈ വേസ്റ്റുകളെല്ലാം ഈ 55.8 ടൺ വേസ്റ്റുകളെല്ലാം എവിടത്തെയാണ് ഈ കേരളത്തില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ്. കേരളത്തിലുള്ള ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ എന്താണ് 13,000-ൽ കൂടുതൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളാണ്. 24 മണിക്കൂറിനുള്ളിൽ അല്ലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഈ 55.8 ടൺ ബയോമെഡിക്കൽ വേസ്റ്റ്. ക്ലിയർ ആയോ? അത് ഇതിലെന്താ പറഞ്ഞേക്കുന്നേ? എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥാപനമാണ് എന്താണ് ഇമേജ്. അതില് അവര് എന്താണ് നോൺ റിട്ടേബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതെന്തിന്റെ ബേസിസിലാണ്? ഓരോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിന്റെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില് ക്ലിനിക്കുകളാണെങ്കിൽ അവരുടെ റൂംസിന്റെ ഫെസിലിറ്റീസിന്റെ ലാബുകളാണെങ്കിൽ ഫെസിലിറ്റീസ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഈടാക്കുന്നത്. ഈ ഇമേജ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇത് നിലവിൽ വന്നത് കമ്മീഷൻ ചെയ്തത് 14 ഡിസംബർ 2003 ഈ ഇമേജ് ജനുവരി 2004 സേവനം ആരംഭിക്കുകയും എന്താണ് നല്ല രീതിയിലുള്ള സംസ്ഥാനത്തിന് സ്തുത്യർഹമായ ഒരു സേവനം നൽകുന്നത് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഇമേജിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവര് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? പരിസ്ഥിതി മന്ത്രാലയവും ഇന്ത്യ ഗവൺമെന്റും പുറത്തിറക്കിയ റൂൾസിന് അനുയോജ്യ 2016 പുറത്തിറക്കിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന് അനുസൃതമായിട്ടാണ് ഇവർ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. എന്താണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് കേരളയ്ക്കും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരളയ്ക്കും കീഴിലുള്ള ഹോസ്പിറ്റലുകൾക്ക് ഇവര് ആ ഫീസുകളിൽ നിന്ന് അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ആ നിരക്കിൽ സബ്സിഡി എന്താണ് കുറവ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രതിദിനം ഇമേജില് 55.8% ടൺ വേസ്റ്റുകളാണ് ഓരോ ദിവസവും വരുന്നത്. ഇതിലെന്താണ് ഇൻസിനറേഷൻ വേസ്റ്റ് ഉണ്ട്, ഓട്ടോക്ലേവബിൾ വേസ്റ്റ് ഉണ്ട്, ബോട്ടിൽസ്, ഷാർപ്പ് വേസ്റ്റുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള
ഹെൽത്ത് കെയർ 13,000-ൽ കൂടുതൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നാണ് ഈ വേസ്റ്റുകള് ഈ ഇമേജിന് ലഭിക്കുന്നത്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? പിന്നെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇതെന്താണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലേ, ബയോ ഹസാർഡ്. ലബോറട്ടറിയിൽ പറഞ്ഞു ഓർമ്മയുണ്ട? ബയോ ഹസാർഡ് അല്ലേ, ജൈവ അപകടങ്ങൾ അല്ലെ, ബയോ മെഡിക്കൽ വേസ്റ്റുകൾ, ബയോ ഹസാർഡ്. സൈറ്റോടോക്സിക് പറഞ്ഞല്ലേ, സൈറ്റോടോക്സിക്. പിന്നെന്താണ്? ഇൻഫെക്ഷൻസ് അല്ലെ, വാർണിംഗ് ആണ്, മുന്നറിയിപ്പ്. എന്താണ്? അണുബാധ ഉണ്ടാവാനുള്ള വേസ്റ്റുകൾ, മാലിന്യങ്ങളുണ്ട്. ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി, എന്താണ്? നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. കോഷൻ. കീമോതെറാപ്പി, എന്താണ്? ജാഗ്രത. കീമോതെറാപ്പി സെക്ഷൻ അങ്ങനെയാണ്. Next one is every management and administration must make sure എന്താണ്? ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനും എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്? Every hospital must have well-defined awareness and training program for all the category of personnel concerning BMW. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്? നല്ല രീതിയിലുള്ള അവയർനെസ്സും ട്രെയിനിങ് പ്രോഗ്രാമും അതിനെക്കുറിച്ച് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവയർനെസ്സും ട്രെയിനിങ് പ്രോഗ്രാമും കൊടുത്തിട്ടുണ്ടായിരിക്കണം. Training has to be given in suitable language in a manner that is acceptable. Each hospital should set up a hospital management committee. എന്താണ്? സ്വീകാര്യമായ രീതിയിലുള്ള അവർക്കല്ലേ മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളായിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പൊ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവുക അല്ലെ. എന്താണ്? വിദ്യാഭ്യാസം കൂടിയവരുണ്ടാവാം, വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ പ്രായം കൂടിയവരുണ്ടാകാം. അപ്പൊ എന്താണ്? അവിടെ അവർക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം അല്ലെ. എന്താണ്? പ്രായമായ ആളുകൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഒരുപാട് വലിയ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവോ? അവർക്ക് ചിലപ്പോ അതിനുള്ള എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവില്ല അല്ലെ. ആണോ? ആ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് അല്ലെ മനസ്സിലാവോ? നമ്മ അല്ലെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞോളൂ. ഹിന്ദി അറിയാത്തവർക്ക് ഹിന്ദിയിൽ ക്ലാസ് എടുത്തു കൊടുത്താലോ മനസ്സിലാകോ? ഇല്ല. അപ്പൊ എന്താ? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം അവർക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലും മാലിന്യ സംസ്കരണ സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അവരായിരിക്കും ആ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മ ഒരു പരിപാടി നടത്തണം, ഇപ്പൊ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് നടത്തണം, എന്തെങ്കിലും സ്കൂളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബുകളുടെ ഭാഗമായിട്ട്. അപ്പൊ അതിനെന്താ? നമ്മ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസില് ഓരോ കമ്മിറ്റിനെ രൂപീകരിക്കല്. എന്താണ്? പൈസ ഫണ്ട് കളക്ട് ചെയ്യുന്നതിന്, ഫുഡിന് അല്ലെ നമ്മ ഓരോ കമ്മിറ്റി രൂപീകരിക്കാറുണ്ടാ? ഉണ്ട്. അതേപോലെ ഹോസ്പിറ്റലുകളിൽ ഈ വേസ്റ്റുകള് ബയോമെഡിക്കൽ വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ അത്? Next, this committee should be liable for making a hospital specific action plan for hospital waste management and its supervision, monitoring and implementation. എന്താണ്? ആശുപത്രി മാലിന്യ സംസ്കരണത്തിനും അതിന്റെ മേൽനോട്ടത്തിനും നിർവഹണത്തിന് അല്ലെ അതെന്തൊക്കെ സൂപ്പർവിഷൻ ചെയ്യുന്നത്, അത് മോണിറ്റർ ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് നടപ്പിലാക്കുന്നതിനൊക്കെ ആരാണ് മുന്നിട്ടിറങ്ങേണ്ടത്? നല്ല രീതിയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകള് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരാണ് മുന്നിട്ടിറങ്ങേണ്ടത്? ഈ കമ്മിറ്റി ആയിരിക്കണം. ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ആയിരിക്കണം. The yearly reports accident needed as required under BMW rules should be submitted to the concerned authorities as in keeping BMW rules format. എന്താണ്? BMW നിയമങ്ങൾക്കനുസരിച്ച് അവരുടെ റൂൾസിനനുസരിച്ച് അവർക്ക് ആവശ്യമായ അപകടങ്ങളുടെ വാർഷിക റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ BMW നിയമങ്ങളുടെ ഫോർമാറ്റ് അനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കണം. എന്താണ്? ഈ ഹോസ്പിറ്റൽ
ബയോമെഡിക്കൽ വേസ്റ്റുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റുകൾ വന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ ഇയർലി റിപ്പോർട്ട് എന്താണ് ബയോമെഡിക്കൽ അതോറിറ്റിനെ ഇവര് അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവർക്കുള്ള അവയർനെസ് ക്ലാസ്സും എന്താണ് ട്രെയിനിങ് പ്രോഗ്രാമും കൊടുക്കണം. പിന്നെ ഓരോരുത്തരും അവർക്ക് കൊടുക്കുന്ന പ്രോഗ്രാംസ് ട്രെയിനിങ് എങ്ങനെയായിരിക്കണം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. പിന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഹോസ്പിറ്റലുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകള് സൂപ്പർവിഷൻ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും അതിനുള്ള ഇംപ്ലിമെന്റേഷൻ ഒക്കെ നടത്തുന്നത് ആരാണ്? ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. ഇവര് ഇയർലി റിപ്പോർട്ട് ആരെയാണ്? BMW അതോറിറ്റീസിനെ അവരുടെ ഫോർമാറ്റിൽ എഴുതി തയ്യാറാക്കി ആ ഹോസ്പിറ്റലിലെ ഇയർലി റിപ്പോർട്ട് സമർപ്പിക്കണം. ക്ലിയർ ആയോ? എല്ലാവരും പോയി ആരെന്തൊന്നും പറയാത്തെ? മനസ്സിലായ? ഇപ്പൊ നമ്മളൊരു ഡ്യൂട്ടി ഏൽപ്പിച്ച് ഇപ്പൊ നമുക്ക് ഒരു പരിപാടി ഫംഗ്ഷൻ നടത്തണം, നമുക്ക് ഫുഡ് സെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഏകദേശം വരുന്ന പൈസ എത്രയാണ്, നമുക്ക് എത്ര രൂപ കളക്ട് ആയി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. അതേപോലെ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകള് ആ ഹോസ്പിറ്റലിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താ അതിനുവേണ്ടി ഇയർലി ആയിട്ട് അവരെന്താ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് അവര് ആ അതോറിറ്റിനെ ഏൽപ്പിക്കാം. ക്ലിയർ ആയ? മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഓക്കെ, നെക്സ്റ്റും കൂടി എടുക്കാം അല്ലെ. മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ എന്താണ്? മാലിന്യം കുറയ്ക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? as far as possible purchase of reusable items made of glass and metal should be promoted. എന്താണ്? നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ, എന്താണ് ഗ്ലാസ്സിൽ നിർമ്മിച്ചതോ അതല്ലെങ്കിൽ മെറ്റലിലോ ഉണ്ടാക്കിയതുമായിട്ടുള്ള റീയൂസബിൾ, രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്ന പുനരുപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക. ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്താണ്? PVC അല്ലാത്ത പ്ലാസ്റ്റിക് വസ്തുക്കള് തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പോസ്, നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റൂലേ. പിന്നെ adopt procedure and policies for genuine management of waste produced. ഉൽപാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ യഥാർത്ഥ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും ന്യായങ്ങളും സ്വീകരിക്കുക. ഇപ്പൊ നമുക്ക് കാറ്റഗറി ടേബിളിൽ പറഞ്ഞല്ലേ, എനിമൽ വേസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അത് ഏത് ബാഗിലാണ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസിനറേഷൻ ആഷുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ എന്താ, ഓരോ മാലിന്യങ്ങളും അതിന്റെ നടപടിക്രമങ്ങൾക്കും ന്യായങ്ങൾക്കും അനുസരിച്ച് മാനേജ് ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് മൂന്നാമത്തെ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. adopt procedures and policies for genuine management of waste produced. എന്താണ്? ഓരോ വേസ്റ്റും ഉൽപ്പാദിപ്പിക്കും അതിന്റെ യഥാർത്ഥ മാനേജ്മെന്റ് എന്താണ്? ഇപ്പൊ നമ്മൾ കാറ്റഗറി ടേബിളിൽ പഠിച്ചില്ലേ? കാറ്റഗറി ടേബിളിൽ പഠിച്ചു. എന്താണ്? സോളിഡ് വേസ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ലിക്വിഡ് വേസ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ഇൻസിനറേഷൻ ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്ക് ന്യായങ്ങൾക്കും അനുസൃതമായിട്ട് നമ്മ എന്ത് ചെയ്യുക? അത് ആ ബയോമെഡിക്കൽ വേസ്റ്റുകളെ മാനേജ് ചെയ്യുക. ക്ലിയർ ആയോ? Next, establish effective and sound recycling policy for plastic recycling and contact with authorized manufacturers. എന്താണ് റീസൈക്കിൾ ചെയ്യുന്നതിന്, പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിനോ
അംഗീകൃത നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നതിന് ഫലപ്രദവും മികച്ചതുമായ പുനരുപയോഗ നയം സ്വീകരിക്കുക. എന്താണ് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ജനറൽ വേസ്റ്റുകൾ പഠിച്ച് ഓർമ്മയുണ്ട? ഇതിക്ക് മുമ്പ് പഠിച്ചിരുന്നു. നോൺ ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്ന ഓർമ്മയുണ്ട? എന്നാണ് ആരും പറയാത്തെ. ആ ടേബിളില് ഡയഗ്രാം പഠിച്ചില്ലേ? അപ്പൊ മിസ് പറഞ്ഞില്ലേ നോൺ ഹസാഡസ് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ വേസ്റ്റുകളാണ് അല്ലെ, നമുക്ക് പുനരുപയോഗം ചെയ്യാൻ പറ്റുന്ന അല്ലെ, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വേസ്റ്റുകളാണ് നോൺ ഹസാഡസ് വേസ്റ്റുകൾ. അപ്പൊ അതങ്ങനെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എന്താണ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ എന്താണ് അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളെ അതല്ലെങ്കിൽ നിർമ്മാതാക്കളെയൊക്കെ ബന്ധപ്പെടുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം പുനരുപയോഗ നയം രൂപീകരിക്കുകയും ചെയ്യുക. എന്താണ് ഹോസ്പിറ്റൽ ബയോമെഡിക്കൽ വേസ്റ്റുകളില് പേപ്പറ്, കാർഡ്ബോർഡുകള് അങ്ങനെയുള്ള സാധനങ്ങള് എന്താണ് രണ്ടാമത് നമുക്ക് എന്താണ് ഈ പ്ലാസ്റ്റിക്കുകള് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുക. ക്ലിയർ ആയോ? എന്താണ് ഫസ്റ്റ് വൺ എന്താണ് മിനിമൈസ് ചെയ്യാൻ ഫസ്റ്റ് എന്താണ് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മെറ്റലിലോ നിർമ്മിച്ച വസ്തുക്കള് എന്താണ് ഉപയോഗിക്കാം. പിന്നെ PVC അല്ലാത്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ തിരഞ്ഞെടുക്കുക. പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ അതാത് വേസ്റ്റ് മാനേജ്മെന്റിന്റെ നടപടിക്രമങ്ങൾക്കും പ്രൊസീജിയേഴ്സിനനുസരിച്ച് സൂക്ഷിക്കുക. പിന്നെ എന്താണ് പ്ലാസ്റ്റിക്കുകൾ അതല്ലെങ്കിൽ ജനറൽ വേസ്റ്റുകളൊക്കെ എന്താണ് റീസൈക്കിൾ ചെയ്യുന്നതിനും ആമായി ചെയ്യുകയും ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുകയും രണ്ടാമത് റീയൂസ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞു കേട്ടാ നമ്മടെ. എങ്ങനെയുണ്ട് ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ, കഴിഞ്ഞപ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ലേ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓരോ ബയോമെഡിക്കൽ വേസ്റ്റുകളും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അതിനുള്ള പ്രൊസീജിയേഴ്സ്, ഇൻസിനറേഷൻ എന്താണ്, ഓട്ടോക്ലേവിംഗ് എന്താണ്, മൈക്രോവേവിംഗ് എന്താണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? ഏകദേശം ഐഡിയ ആയില്ലേ? ഇൻസിനറേഷൻ എന്താണ്, ഓട്ടോക്ലേവിംഗ് എന്താണ്, ക്ലിയർ ആയില്ലേ? ലാൻഡ് ഡിസ്പോസൽ എന്താണ്? അത്രയല്ലേ ഇനി പഠിക്കാനുള്ളൂ. ആ റൂൾസുകളിലെ എന്താണ് ആ റൂൾസുകൾ നിലവിൽ വന്നത്, ഇമേജ് എന്നാണ് വന്നത്, അതിന്റെ ഫുൾ ഫോം എന്താണ്, ഇത്രയല്ലേ പഠിക്കാനുള്ളൂ. വായിച്ചു നോക്കിയോ? ഒന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ മിസ്സിന്റെ അടുത്ത്. നെക്സ്റ്റ് ദിവസം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാം മിസ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്പർ 30 ആണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ്. $25 ആണോ? ഓക്കെ. നിങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര മെത്തേഡ് ആണുള്ളത്? ഇൻസിനറേഷൻ ഉണ്ട്, ഡീപ് ബറിയൽ ഉണ്ട്, പിന്നെന്താണ് ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, പിന്നെന്താണ് ഷ്രെഡിങ്, മ്യൂട്ടിലേഷൻ, പിന്നെ ലാൻഡ് ഫിൽസ്.
Ma'am, Indian Medical Association goes eco-friendly image ഇല്ലേ? ഇമേജ് ഓക്കെ. അതിന്റെ ഫസ്റ്റത്തെ അതൊന്ന് പറഞ്ഞുതരാമോ? ഇമേജ് അസോസിയേറ്റ്സ് തൊട്ടിട്ട് ഇമേജ് അസോസിയേറ്റ്സ് വിത്ത് ഓൾ affiliation. Okay, പറയാട്ടാ. Image associates with all modern medicines healthcare establishments in both private and government like hospital based on their bed strength, clinic based on number of rooms and facilities, lab based on diagnostic facilities, dental clinics based on number of dental chairs. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇമേജ് അസോസിയേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിൽ എല്ലാ മെഡിക്കൽ മോഡേൺ മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ എല്ലാ മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് ഇമേജില് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, അഫിലിയേഷൻ ചെയ്യുന്നുണ്ട്. അത് ഓരോന്നും എന്തിന്റെ ബേസിസിലാണ് അവിടുത്തെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന്റെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ക്ലിനിക്കുകളാണെങ്കിൽ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ്, എത്ര റൂംസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, അതല്ല ലാബുകൾ എന്താണ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്, ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ അവിടുത്തെ ഡെന്റൽ ചെയേഴ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതില് നോമിനേറ്റ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കുന്നു പറയും. മന്ത്ലി ഒരു പേയ്മെന്റ് വാങ്ങുന്നത് പറഞ്ഞില്ലേ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്തിൽ ഒരു എമൗണ്ട് അവിടെ നിന്ന് ഈടാക്കുന്നുണ്ട്. അത് എന്തിന്റെ ബേസിസിലാണ്? അവർ പ്രൊവൈഡ് ചെയ്യുന്ന റൂംസിന്റെ അതല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവര് ആ പൈസ ഈടാക്കുന്നത്. നമ്മ പറഞ്ഞില്ലേ മിഡ് സൈസ്ഡ് ഉണ്ട്, സ്മോൾ സൈസ്ഡ് ഉണ്ട്, ലാർജ് സൈസ്ഡ് ഉണ്ട്, വെരി ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് നമ്മ എങ്ങനെയാണ് തരംതിരിച്ചത്? അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില് അല്ലേ? അപ്പൊ ഇവരും ഈടാക്കുന്നത്, ഈ മന്ത്ലി പേയ്മെന്റ് ഈടാക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? അവിടുത്തെ ഫെസിലിറ്റീസിന്റെ ബേസിസിലാണ്. അപ്പൊ അവരവിടെ നോമിനേഷൻ ചെയ്യുന്നത്, അഫിലിയേഷൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? അവരുടെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ക്ലിയർ ആയോ? വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ല? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.